കേരളത്തെ ഉപഭോക്തൃ സംസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. അന്നം തൊട്ട് എല്ലാത്തിനും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സംസ്ഥാനം. അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കളിൽ സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു പ്രദേശമുണ്ട്. കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയമൊക്കെ തോന്നും, പക്ഷേ അത് അതിശയമല്ല, യാഥാർത്ഥ്യമാണ്. വയനാട് പനമരം വളമ്പാടിയിലെ നടുവിൽ മുറ്റം തറവാടും അതിന് പരിസരത്തുള്ള 23 കുടുംബങ്ങളുമാണ് എല്ലാം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ പ്രദേശവാസികളിൽ പലരുടെയും ആയുർദൈർഘ്യം 100 വയസ്സിന് മുകളിലാണ്. കാണാം കാഴ്ചകൾ. ജീവിത രീതി കൊണ്ട് 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു പ്രദേശത്തുകാരുടെ കഥ പറയാനാണ് ഇവിടെ വന്നത്. വയനാട് പനമരം വാളമ്പാടി നടുവിൽ മുറ്റത്തെ 23ഓളം കുടുംബങ്ങളുടെ അത്ഭുത കഥ. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വനത്തിലൂടെ 2 കിലോമീറ്റർ സന്ദർശിച്ചാലാണ് നടുവിൽ മുറ്റത്തെത്തുക. സ്വയം പര്യാപ്തതയിൽ ജീവിക്കുന്ന ഒരു നാടും നാട്ടുകാരും, അതിന് കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാകട്ടെ നടുവിൽ മുറ്റം എന്ന ഈ തറവാടും. 23 കുടുംബങ്ങളിലായി 107 പേരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എല്ലാവരും നടുവിൽ മുറ്റം തറവാടുമായി ബന്ധമുള്ളവരാണ്. തറവാട്ടിൽ നിന്ന് മാറിയാണ് പലരും താമസിക്കുന്നതെങ്കിലും അവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരുടെയും ജീവിതം. ഇവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളെല്ലാം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് നെല്ലായിട്ടാണെങ്കിലും വാഴയായിട്ടാണെങ്കിലും കപ്പയായിട്ടാണെങ്കിലും ഇത് തങ്ങളുടെ ആരോഗ്യം ദീർഘിപ്പിക്കുമെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വയലിൽ നെല്ലുണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ. പിന്നെ വാഴ, ഇഞ്ചി, പയറ്, ചേന, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയലിലുണ്ടാക്കുന്നുണ്ട്. പിന്നെ പറ്റാത്ത ഇതിൽ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങി ഉപയോഗിക്കാറുള്ളൂ. നമ്മളെ ഓണം, വിഷു, കല്യാണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നെല്ല് കൊണ്ട് നമ്മൾ ചെയ്യാം. പൈസക്കാണ് ഇങ്ങനെ പൈസക്കുള്ളതാണ് ഇത് വാഴ, ഇഞ്ചി, പയറ്, ചേന, ഇതൊക്കെ ഞങ്ങൾ നമുക്ക് എടുത്തതിൻ്റെ ബാക്കി വിൽക്കുകയാണ് ചെയ്യുക. 11 ഏക്കർ ഭൂമിയിലാണ് ഇവിടത്തെ കൃഷി. നടുവിൽ മുറ്റത്തെ കുടുംബത്തിലെ ആളുകളുടെ പേരിലാണ് ഭൂമി. ഓരോരുത്തർക്കുമുള്ള ഭൂമിയിൽ വ്യത്യസ്തമായ കൃഷിയാണ് ചെയ്യുന്നത്. വനഭൂമിയോട് ചേർന്ന സ്ഥലമായതിനാൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. എങ്കിലും ഭക്ഷ്യാവശ്യത്തിനുള്ളതെല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതൊരു പ്രദേശത്തിന്റെ അത്ഭുത കഥയാണ്. വയനാട് പനമരം വാളമ്പാടിയിലെ നടുവിൽ മുറ്റത്തെ 23 കുടുംബങ്ങളുടെ ഒരു അത്ഭുത ജീവിതത്തിന്റെ കഥ. ഈ പ്രദേശത്തുകാർക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽ പ്രധാനം ഇവിടെ ജീവിച്ച് മരിക്കുന്നവർക്ക് എല്ലാവർക്കും ഏകദേശം ഒരു 100 വയസ്സ് പിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാന കാരണം ഇവരുടെ ജീവിത രീതി തന്നെയാണ്. പ്രധാനമായും കൃഷിയിലൂടെ മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. സ്വന്തമായി കൃഷി ചെയ്ത് അത് ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇവരുടെ ജീവിത രീതി ഏറ്റവും പ്രധാനമാണ്. അത് അവർക്ക് ആയുർദൈർഘ്യം കൂട്ടാൻ സഹായിക്കുന്നെന്നാണ് ഇവിടുത്തുകാരോടൊപ്പം പറയുന്നത്. പണ്ട് മുതൽ ഇതന്നെ കൃഷി, നാട്ടിൽ നടല്, പൊരിക്കല്, ഇതെല്ലാം ഞങ്ങൾ പണ്ടേ ചെയ്തു വന്നതാണ്. ഇന്നാണ് പിള്ളേർ കൊണ്ട് പൂട്ടുന്നത്. അന്ന് ഏറ് കെട്ടണം, അങ്ങനെയാണ് പണിയെടുത്ത് വന്നത്. ഇഞ്ചി, വാഴ ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ തന്നെ, പുറത്തേക്കൊന്നും പോകില്ല. ഈ കുടുംബത്തിൽ ഞങ്ങൾ 100-150 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഈ ഇത്രയും ഏരിയയിൽ പല വീടുകളായിട്ട് താമസിക്കുന്നു. പക്ഷേ കൂട്ടുകുടുംബമായിട്ട് തന്നെയാണ് താമസം. പുരാതന കാലം മുതലുള്ള നെൽകൃഷി, ജൈവ കൃഷികൾ, ജൈവ പച്ചക്കറികൾ എന്നിങ്ങനെ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ്. പിന്നെ വലിയ വലിയ അസുഖങ്ങളൊക്കെ വളരെ കുറവാണ്. നടുവിൽ മുറ്റത്തെ തറവാടിനെ കേന്ദ്രീകരിച്ചാണ് ഈ നാട് മുന്നോട്ടു പോകുന്നത്. ഉത്സവവും തിറയുമെല്ലാം ഈ തറവാട് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഈ നാട് ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതും ഈ തറവാടിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. വയനാട് നിന്ന് ക്യാമറ പേഴ്സൺ റിന്റുവിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം.